ഹലോ പാർക്കിൽ പോകാൻ റെഡിയായി കൊള്ളാൻ പറഞ്ഞതാണ്. പക്ഷേ ആളെന്ത് ചെയ്തു, പാർക്കിൽ കൊണ്ടുപോയില്ല. പിന്നെ ആ ഉടുപ്പിട്ട് തന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോകാൻ റെഡിയാവാം. ഈ ഉടുപ്പല്ല ഇടാൻ പോണത്, ഈ ഉടുപ്പാണ്. എങ്ങനെയുണ്ട്? കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഉടുപ്പിടുന്നത് കേട്ടോ. അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് അരിഞ്ഞുണങ്ങാം. ആദ്യം തന്നെ കണ്ണിൻ്റെ ഉള്ളൊക്കെ എഴുതി. കുറേ നാളുകളോടെയാണ് കണ്ണിൻ്റെ ഉള്ളൊക്കെ എഴുതുന്നത്, അതുകൊണ്ട് നല്ല എരിച്ചിലുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ട്, മീഷോ ആണ് എൻ്റെ ഏറ്റവും വലിയ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം. അപ്പോൾ അതിലെഴുതി ഒന്ന് മേടിച്ചതാണ്. വേഗം കണ്ണാടിയൊക്കെ തിന്ന് കഴിഞ്ഞ് ഇറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞാണ് ആളിങ്ങനെ നടക്കണം. പക്ഷേ ആളിതൊരു കുളിച്ചിട്ടില്ല. നമ്മൾ പിന്നെ എപ്പോഴും 9 മണി കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാരാണല്ലോ. കണ്ണിൻ്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ ഏത് കൺമഷിയായാലും എൻ്റെ കണ്ണ് വരക്കും. അത് കഴിഞ്ഞപ്പോൾ ഓർത്തത്, പണ്ട് റെഡിയായിട്ട് ഞാനും ചേച്ചിയും കൂടി രാവിലെ ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ നിൽക്കും സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, എൻ്റെ കണ്ണ് പരന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. മൂന്നാല് തവണ ചോദിക്കുമ്പോൾ ആൾക്ക് ദേഷ്യം വരും. അപ്പോൾ ആൾ പറയും, കണ്ണെങ്ങനെയാണ് പരക്കണേ, കൺമഷി എങ്ങനെ പരന്നിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരും, പഴയ നോസ്റ്റേ. പിന്നെ കുറച്ച് മസ്കാരയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു, അങ്ങോട്ട് തിളങ്ങട്ടേന്നേ. പിന്നെ പുകയുന്നതൊക്കെ ശരിയാകാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഊതി ഉണക്കി ശരിയാക്കി. ലിപ്സ്റ്റിക്ക് തീരാറായി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടണത്. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വരും കഴിഞ്ഞ് മുടി കെട്ടാൻ. മുടിയുടെ ഇത് എന്താണെന്ന് പറയുക, ശരിക്കും ഇത്രയുണ്ട്, ഈ ഇത്രയും ചുരുണ്ടത്, ഇത്രയും പോഷൻ മാത്രമാണ് എൻ്റെ യഥാർത്ഥ മുടി. ബാക്കിയൊന്ന് സ്ട്രെയിറ്റ് ചെയ്താണ്. പക്ഷെ കുറേ നാൾ നിന്നു കേട്ടോ, സ്ട്രെയിറ്റ് അല്ല സ്മൂത്ത്. ഞാൻ ആഫ്റ്റർ കെയർ ഒന്നും ചെയ്തില്ല, എണ്ണയൊക്കെ തേച്ചാണ്ട് ഇങ്ങനെ ആയത്. പക്ഷെ ഒത്തിരി നാളായി ഇത് നിന്നു. ഇത്രയും മുടി ബാക്കി വളർന്നു വന്നതാണ്. ശരിക്കും ഈ ചുരുണ്ടതാണ് എൻ്റെ മുടി. ശരിക്കുള്ള ഞാനാണെന്ന് പറയുമ്പോൾ അല്ലേ. ആദ്യത്തെ ഒരു തോന്നലിന് സ്മൂത്ത് ചെയ്തു, പിന്നെ പഴയ മുടി മതി എന്ന് വിചാരിച്ചു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ മുടി ചുരുണ്ട മുടിയാകുമ്പോൾ പെട്ടെന്ന് ചട പിടിക്കും. ഒട്ടും എനിക്ക് മാനേജ് ചെയ്തും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ സ്മൂത്ത് ചെയ്തത്. ചുരുണ്ടുകൊണ്ട് ഇപ്പോഴും പണ്ടത്തെ പോലെ തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ. ഇപ്പം സ്മൂത്ത് ചെയ്ത മുടി മതി ഇടയ്ക്ക് തോന്നും. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലോ, എന്തെങ്കിലും ആവട്ടെ. ഇതിങ്ങനെ വലിച്ചിട്ടാൽ ഇങ്ങനെ വടി പോലെ കിടക്കും. അപ്പോൾ ഇത് നമുക്ക് ചുരുട്ടിയെടുക്കാം. എൻ്റെ മുടി ജന്മനാ ചുരുട്ടായിട്ട് ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കി 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 ഫു ഓക്കേ. വാവ്, സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേള് ചെയ്യാൻ വേറെ സംഭവങ്ങളൊന്നും വേണ്ട, ഇങ്ങനെ എടുത്താൽ മതി. കാരണം മുടി ജന്മനാ ചുരുണ്ടതാണല്ലോ. കുലസ്ത്രീ അവളുടെ തയ്യാറെടുപ്പിലാണ്. ഇത് നമുക്ക് നമ്മുടെ താലിമാല ഇടാം. ഇത് ഞാൻ വല്ലപ്പോഴും വലിയ ഫംഗ്ഷനോ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ മാത്രമാണ് അങ്ങനെ ഇടാറ്. ഇതിലൊന്നും വലിയ കാര്യമില്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടല്ലോ, അങ്ങനെയാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ടേണ്ടി വരുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ടു. ആളെ ഇപ്പോഴും നടക്കുകയാണ്, കുളിക്കുകയാണ്. അത് എന്നെ കുറ്റപ്പെടുത്താനാണ് ഞാനാണ് വൈകിച്ചെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും നേരത്തെ ഇറങ്ങി ക്ഷീണിയിട്ട് യാത്രയാവാൻ തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ഈ വലിയ കമ്മലൊക്കെ ഇട്ടു. ഈ കമ്മലൊക്കെ ഇട്ട് ഒരുപാട് നാളായി. ഇങ്ങനെയൊന്ന് റെഡി ആയിട്ട് തന്നെ കുറേ നാളായി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ. ഇനിയാണ് നമ്മുടെ ലാസ്റ്റത്തെ ആ ഘട്ടത്തിലേക്ക് എടുക്കുന്നത്. നമ്മുടെ സിന്ദൂര ചെപ്പാണ്. ഇത് ഉപയോഗിച്ചിട്ട് കുറേ നാളായി. ഇത് പണ്ട് വേറെ ഏതോ ഒരു അമ്പലത്തിൽ വാങ്ങി തന്നാണ്. അപ്പോൾ സിന്ദൂരമൊക്കെ ഇട്ടു. സിന്ദൂരമൊക്കെ ഇടുമ്പോൾ എപ്പോഴും നമ്മൾ താഴത്തത് മുകളിലോട്ടിടണമെന്നാണ് പറയണത്. എന്താണ് അതിൻ്റെ ഇത് എന്നൊന്നും അറിയില്ല. എന്നാലും അങ്ങനെയൊക്കെ ഇട്ട് റെഡിയായി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഞാനൊക്കെ പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് മത്തങ്ങ പോലെ തൊട്ട് വയ്ക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വരും. പിന്നെ പുതിയ ചെരുപ്പൊക്കെ അങ്ങോട്ട് എടുത്തിട്ടു. ഏതാണ്ടോ നമ്മൾ ഈ മാല പൂജിക്കാനാണ് പോണത്. ഇവരുടെ ഇതിൻ്റെ കളറും എൻ്റെ ഡ്രസ്സിൻ്റെ കളറും ഒരുപോലത്തെയാണ്. അപ്പോൾ നമ്മളെങ്ങനെയോ പോകാനായിട്ട് ഇറങ്ങി. ഇച്ചിരി വൈകിട്ടുണ്ട്, സാരമില്ല. പതിവല്ലേ, പെട്രോൾ അടിച്ച് ഇനി അമ്പലത്തിൽ പോയിട്ട് വരാം. ഹലോ, കുറച്ച് വൈകിയെങ്കിലും നമ്മൾ അമ്പലത്തിലെത്തി. അവിടെ നിന്ന് ഒരു ഇല മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലയിലേക്ക് മാല എടുത്ത് വെച്ചു. പിന്നെ ഒരു ചെമ്പരത്തി മാല, അതുപോലെ തന്നെ കറുകമാലയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്തു. നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകാം കേട്ടോ. ഒരുവിധ ആളുകളൊക്കെ പോയി കഴിഞ്ഞായിരുന്നു. അതായത് തിരക്കൊക്കെ കഴിഞ്ഞു, നട അടയ്ക്കാറായി എന്നർത്ഥം. നമ്മളെപ്പോഴും വൈകി വരുന്ന സന്ദർശകരാണല്ലോ. എന്താണെന്നറിയില്ല, കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു. ഈ അമ്പലത്തിലൊക്കെ അങ്ങനെ എപ്പോഴും വരില്ല, എങ്കിലും വരുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള പോസിറ്റീവ് എനർജി, സന്തോഷം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ. അവിടുത്തെ പ്രത്യേക ഒരു മണവും. എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല, എന്ന് എനിക്കങ്ങനെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ എപ്പോഴും അങ്ങനെ അമ്പലത്തിലും പോകാറില്ല. മാലയൊക്കെ പൂജിച്ച് കിട്ടി. അങ്ങനെ ആൾ മാലയൊക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ട്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ലേറ്റായി വന്നായിരുന്നു. അത് ആ ചേച്ചിക്കാണെങ്കിൽ പ്രസാദം കിട്ടിയില്ല. പക്ഷെ നമ്മൾ കുറിയൊക്കെ കൊടുത്തു. ആൾ ഹാപ്പിയായി, ഈ ആളും ഹാപ്പിയായി. പിന്നെ ഇവിടെയൊക്കെ വരുമ്പോൾ എപ്പോഴും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇരിക്കുമ്പോഴും കുറച്ച് നല്ല സന്തോഷമൊക്കെ കേട്ടോ കേട്ടോ. ഇതിനകത്ത് എന്തായി വിരിഞ്ഞ് നിൽക്കുന്നതെന്ന് നോക്കൂ, കാടുന്നില്ലിരിക്കൽ. ഈ പൂ കാണുമ്പോൾ നമ്മുടെ നീലത്താമര സിനിമയിൽ അതിനകത്തൊക്കെ ഉള്ളൊരു പൂവില്ല, അതുപോലെയൊക്കെ തോന്നും. ഇത് കുഞ്ഞ് അമ്പലമാണെന്നാട്ടോ തോന്നുന്നത്. ഇവിടെ നല്ല രസമുണ്ട്, നല്ലൊരു തണുപ്പും. പിന്നെ ആനക്കുട്ടനെയൊക്കെ കണ്ടങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങോട്ട് നിന്നു. ഇനി വീട്ടിൽ ചെന്നിട്ടാണ് നമുക്ക് പ്രസാദമൊക്കെ കുറച്ച് കഴിക്കാനായിട്ട്. ഇവിടെയാണെങ്കിൽ ഫുൾ എല്ലാ മരത്തിൽ നിന്നും ഇലയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ 1-2 സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. നമ്മളെപ്പോൾ അമ്പലത്തിൽ പോയാലും ഇങ്ങനെ കുറച്ച് സെൽഫി അങ്ങനത്തെ ഫോട്ടോസൊക്കെ കുറേ എടുക്കും കേട്ടോ. എന്നിട്ട് അതൊക്കെ സ്റ്റാറ്റസ് ഇടും, ഒരു മനസ്സുഖം. പിന്നെ വന്ന വഴിക്ക് തന്നെ കുപ്പി എടുക്കാണ്ടായി. പിന്നെ ആസ്ലാനും രതിലാനും കണ്ടുകൊണ്ട് അവരുടെ അടുത്ത് ബൈയൊക്കെ പറഞ്ഞു. ഞാൻ ഡ്രസ്സേരിട്ട് പോകുന്ന കാരണം രണ്ടുപേരും ഭയങ്കര സങ്കടത്തിലാണ് ഗൈസ്. ഇതിലൊന്നും ചിരിക്കുന്നില്ല. പിന്നെ എൻ്റെ 2 ആട്ടൊക്കെ ആട്ടി. സാരമില്ല മക്കളെ, നിങ്ങളെ പിന്നീട് നിൽക്കാൻ ഞാൻ സഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞങ്ങോട്ട് പോന്നു.
പിന്നെ കൊറിയർ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു. DTDC ആണെന്ന് വെച്ചപ്പോൾ അതേന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ DTDC പോയി ചമ്മിപ്പോയി. പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അതേന്ന്. പുള്ളി പറഞ്ഞത് പോസ്റ്റ് ഓഫീസായിരുന്നു. ലൊക്കേഷൻ നോക്കുമ്പോൾ രണ്ടും കൃത്യം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പോസ്റ്റ് ഓഫീസ് കാണുന്നത്, ഇവിടെ പോണത്. ഓൺലൈനായിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കേണ്ട. അപ്പോൾ ഒരുപാട് വൈകിട്ടാണ് കൊറിയർ വന്നത് തന്നെ. പിന്നെ കൊറിയറൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോയി.